നമുക്കിനി അരുൺ അമൃതാഥ് കൂടി ചേരുന്നുണ്ട് തിരൂർ തുഞ്ചൻ പറമ്പിൽ നിന്നും. അരുൺ, ഗുഡ് മോർണിംഗ്. വിജയദശമി ആശംസകൾ നേരുന്നു. തുഞ്ചൻ പറമ്പിലും ഒരുപാട് പേര് എഴുതാൻ വരുന്നതാണ്. തുഞ്ചൻ പറമ്പിന്റെ പ്രത്യേകത എല്ലാവർക്കും അറിയാം. അവിടെ നിന്ന് തുടങ്ങിയില്ലെങ്കിൽ പിന്നെ എവിടെ നിന്ന് എന്ന് ചോദിച്ച് അങ്ങോട്ടേക്ക് എത്തുന്ന മനുഷ്യർ ഒരുപാടുണ്ട്. എന്താണ് അവിടെ നിന്നുള്ള വിശേഷങ്ങൾ? മോത്തി, സുപ്രഭാതം. വളരെ പോസിറ്റീവായുള്ള ഒരു അന്തരീക്ഷം തന്നെയാണ് തിരൂർ തുഞ്ചൻ പറമ്പിൽ ഉള്ളത്. എല്ലാ തവണത്തെയും പോലെ തന്നെ ഇത്തവണയും 4500ഓളം കുരുന്നുകൾക്കാണ് ഇത്തവണ വിദ്യാരംഭത്തിനായി സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുള്ളത്. നമ്മുടെയൊക്കെ തുടക്കം ഏറ്റവും പോസിറ്റീവ് ആവണം എന്ന് പറയുന്ന പോലെ തന്നെയാണ്. ഇപ്പോൾ മോത്തി ഗുഡ് മോർണിംഗ് പറഞ്ഞ് തുടങ്ങുന്ന ആ ഒരു ദിനം അത് നമുക്ക് എത്രത്തോളം പോസിറ്റീവ് ആയിരിക്കും അല്ലേ? മോത്തിക്ക് തന്നെ അറിയാം, പ്രേക്ഷകരൊക്കെ പ്രതികരിക്കാറുമുണ്ട്. അപ്പോൾ എല്ലാത്തിൻ്റെയും തുടക്കം നന്നാവണം എന്ന് നമ്മൾ പറയുന്ന പോലെ തന്നെ മനസ്സ് സമർപ്പിച്ച് അത്രയും പ്രതീക്ഷയോടെ ഈ പരമ്പരാഗത സാഹിത്യകാരന്മാരിൽ നിന്ന്, ഇത്ര എഴുത്താശാന്മാരിൽ നിന്ന് വിദ്യാരംഭം കുറിക്കാൻ നിരവധി കുരുന്നുകൾ ഇവിടെ എത്തുന്ന കാഴ്ച ഈ സരസ്വതി മണ്ഡപത്തിൽ 40ഓളം കേരളത്തിൻ്റെ പ്രമുഖ സാഹിത്യകാരന്മാർ, ഒപ്പം തന്നെ കൃഷ്ണ മണ്ഡപത്തിൽ പരമ്പരാഗത എഴുത്താശാന്മാർ, അങ്ങനെ നീണ്ട ചടങ്ങുകൾ തന്നെയാണ്. രാവിലെ തൊട്ട് തന്നെ മാറി മറയുന്ന ഭാവങ്ങൾ നമ്മുടെ എല്ലാവരുടെയും മുഖത്ത് കാണുന്നുണ്ട്. ഇപ്പോൾ ആലങ്കോട് ലീലാകൃഷ്ണന്റെ പ്രതികരണത്തിലേക്ക് കൂടി പോവുകയാണ്. എന്താണ് എത്താവണത്തെയും പോലെ തന്നെ സമ്മിശ്ര ഭാവങ്ങൾ കാണുകയാണല്ലേ? തീർച്ചയായിട്ടും ഇത് ഒരു അനുഭവമാണ്. കാരണം കുട്ടികളുടെ രാഗദ്വേഷങ്ങളും ഇഷ്ടങ്ങളും കവിത പോലത്തെ അനുഭവമാണ്. കാരണം അക്ഷരത്തിലേക്ക് വരുമ്പോഴുള്ള കുട്ടികളുടെ പ്രതിഷേധം, അതിനോടുള്ള അവരുടെ ഇഷ്ടവും കാണും. ചില കുട്ടികൾ വളരെ ചിരിച്ച ആഹ്ലാദത്തോടെ വരും, ചില കുട്ടികൾ ഭയപ്പെട്ടിട്ട് വരും. തീർച്ചയായിട്ടും ഈ കുഞ്ഞുങ്ങൾ അറിവിലേക്ക് പ്രവേശിക്കുന്നതിൻ്റെ ആനന്ദവും അവരുടെ ഭയവും അവരുടെ എല്ലാ വികാരങ്ങളും കാണുക എന്നുള്ളത് ഒരു എഴുത്തുകാരൻ നിലയ്ക്ക് നമുക്ക് കിട്ടുന്ന ഏറ്റവും വലിയൊരു പാഠശാലയാണ്. പ്രത്യേകിച്ച് തുഞ്ചൻ പറമ്പിലേക്ക് വരുമ്പോൾ മലയാളത്തിൻ്റെ സ്വന്തം MTയുടെ അസാന്നിധ്യത്തിലുള്ള ആദ്യ വിദ്യാരംഭം കൂടിയാണ്. വാസുവേട്ടൻ ഇവിടെ ഇല്ല എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. വാസുവേട്ടൻ്റെ ഇച്ഛാബലം, വാസുവേട്ടൻ്റെ മനസ്സ് ഒക്കെ ഞങ്ങളുടെ കൂടെ ഉണ്ടെന്നാണ് വിചാരം. എന്നെ 30-25 വർഷം മുമ്പ് വാസുവേട്ടനാണ് ഇവിടെ ഇരുത്തിയത്. ലീലാകൃഷ്ണൻ പ്രായം നോക്കണ്ട, കുട്ടികളെ അക്ഷരം പഠിപ്പിക്കാൻ പ്രായം ബാധകമല്ല എന്ന് പറഞ്ഞ് ഇരുത്തിപ്പോൾ 25 വർഷം കഴിഞ്ഞു. അദ്ദേഹം ഒരു 3.5 പതിറ്റാണ്ട് അദ്ദേഹത്തിൻ്റെ സമസ്ത ശേഷിയും ഉപയോഗിച്ചത് തുഞ്ചൻ പറമ്പിനെ ഒരു ലോകോത്തര കേന്ദ്രമാക്കാനാണ്. ലോകത്ത് ഇത്രയേറെ ആളുകൾ ഒരു തീർത്ഥാടനം പോലെ വന്ന് അക്ഷരം കുറിക്കുന്ന സ്ഥലം വേറെയില്ല. ഇതൊരു അക്ഷര മഹോത്സവമാണ്. അക്ഷരം കുറിക്കൽ ഇത്രയും വലിയ ഉത്സവമായിട്ട് ലോകത്തെവിടെയും നടക്കുന്നില്ല. അപ്പം മലയാളികൾക്ക് അറിവിനോടും വിദ്യയോടുമുള്ള സമർപ്പണം കൂടി ഇതിൻ്റെ ഭാഗമാണ്. 4 നൂറ്റാണ്ട് മുമ്പ് എഴുത്തച്ഛൻ ചെയ്തതും അതാണ്. അറിവിന് അതിരുകളില്ല, ജാതി മത വർണ്ണവർഗ വ്യത്യാസങ്ങളില്ല. മനുഷ്യരായ മനുഷ്യർക്കൊക്കെ അറിവ് സ്വതന്ത്രമായി നൽകണം, അറിവിനെ ജനാധിപത്യവൽക്കരിക്കണം എന്നതാണ് എഴുത്തച്ഛൻ 16-ാം നൂറ്റാണ്ടിൽ സാക്ഷാത്കരിച്ച ഒരു അക്ഷര സംസ്കാരം. അത് 21-ാം നൂറ്റാണ്ടിൽ ലോകോത്തരമാക്കുകയാണ് MT ചെയ്തത്. എഴുത്തച്ഛൻ്റെ കാലത്ത് അത് വെട്ടത്തുനാട്ടിലും കേരളത്തിലും മാത്രമായിട്ട് ചുരുങ്ങിയെങ്കിൽ MTയുടെ കാലം വന്നപ്പോഴേക്കും ലോകം മുഴുവൻ വ്യാപിച്ച ഒരു അക്ഷരോത്സവമായി തുഞ്ചൻ പറമ്പിലെ വിദ്യാരംഭം മാറി. തലമുറകളുടെ നാവിൻ തുമ്പത്ത് പൊന്നാരായ തുമ്പുകൊണ്ടും പൊന്മോതിരം കൊണ്ടും ഹരിശ്രീ കുറിപ്പിച്ചു കൊടുത്ത, സംസ്കാരത്തിൻ്റെ മുറ്റത്ത് പിച്ച വെപ്പിച്ച അക്ഷരത്തിൻ്റെ മതാതീതമായ ആത്മീയതയാണ് ഭാരതം പണ്ടും ആഘോഷിച്ചത്. ഭാരതത്തിൽ ഒരു വലിയ ദർശനം അദ്വൈതത്തിൻ്റെ ഭാഗമായിട്ടുള്ളത് പ്രജ്ഞാനം ബ്രഹ്മ എന്നാണ്. ശുദ്ധമായ അറിവാണ് ഈശ്വരൻ. ഇവിടെ നമ്മൾ കാണുന്ന ഈശ്വരൻ അറിവാണ്, വിഭാഗീയതകൾ ഏതുമില്ലാത്ത അറിവ്. അതിനെ വളർത്തിയെടുത്ത തുഞ്ചത്താചാര്യനും MT വാസുദേവൻ നായർ എന്ന ആചാര്യനും ഞങ്ങൾക്ക് വഴികാട്ടികളാണ്. അതിൻ്റെ സാക്ഷാത്കാരമാണ് ഇപ്പോഴും നമ്മളിവിടെ കാണുന്നത്. അതെ, അറിവിന് പരിമിതികളില്ല. എഴുത്തച്ഛൻ്റെ ജീവിത സന്ദേശം MT പാഠമാക്കിയ, മാതൃകയാക്കിയ സന്ദേശം ലോകോത്തര കേന്ദ്രമായി. അതുകൊണ്ട് തുഞ്ചത്ത് എഴുത്തച്ഛൻ്റെ ഈ സ്ഥാപനം, ഈ ഒരു സാംസ്കാരിക കേന്ദ്രം വളർന്നിരിക്കുന്നു എന്ന കാര്യത്തിൽ സംശയം വേണ്ട. ഇത്രയധികം പേർ അക്ഷരത്തെ സ്നേഹിക്കുന്ന മലയാളികൾ, വിദ്യയെ സ്നേഹിക്കുന്ന മലയാളികൾ എന്ന് ഓർക്കുമ്പോൾ തന്നെ അഭിമാനവും തോന്നുന്നുണ്ട്. അരുൺ, വളരെ സന്തോഷത്തോടുകൂടി ഒരുപാട് പേർ അക്ഷരം എഴുതാൻ തുഞ്ചൻ പറമ്പിലേക്ക് എത്തിയിട്ടുണ്ട്. ജ്ഞാനം അങ്ങനെ വളരെ നിർലോഭം പകർന്നു കൊടുക്കേണ്ട ഒന്നാണ് എന്ന് നമ്മളെ പഠിപ്പിച്ച തുഞ്ചത്ത് എഴുത്തച്ഛൻ്റെ സാമീപ്യം അവിടെ ഉണ്ട് എന്ന് തന്നെയാണ് എല്ലാ മനുഷ്യരും കരുതുന്നതും.